ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷനിലെ സാരി ഡ്രേപ്പിംഗ് ആണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഇതെൻ്റെ മമ്മീൻ്റെ അനിയത്തിയുടെ സാരിയാണ്. ഒരു 10-25 വർഷമെങ്കിലും ഈ സാരിക്ക് പഴക്കം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നല്ല ഉടുക്കാനും അല്ലെങ്കിൽ മെറ്റീരിയലായാലും എല്ലാം നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി അവിടെ ഇരുന്നോളും, ചൂടും അധികം ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു വലിയ ഹണി റോസ് ഫാനാണ്. അപ്പോൾ ഹണി റോസിൻ്റെ ഒരു സാരിയുടെ സെക്ഷനിൽ ഒരു കളർ കോമ്പിനേഷൻ ഞാനിങ്ങനെ കണ്ടു, ട്രൈ ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് ബ്ലൗസിന് ഇച്ചിരി ഇറക്കം കുറഞ്ഞു പോയി. സാരമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നോർമൽ ഞാൻ എല്ലാവരും സാരി ഉടുക്കാനായിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്താ പറയുക, ഇതുപോലെ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാരി ഉടുപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ സാരി ഉടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് 1-2 വീഡിയോ റിക്വസ്റ്റ് വന്നു. ഒന്ന് സാരിയിൽ ഹാൻഡ് കർച്ചീഫ് ടക്കിൻ ചെയ്യുന്നതും, മറ്റൊന്ന് 2 വീലറിൽ പോകുമ്പം ഹെൽമെറ്റ് വെക്കുമ്പം എങ്ങനെയാണ് ഷോള് മുഖം മറച്ച് കെട്ടുന്നതെന്നുള്ളതും. ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയുക, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന അടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ എന്നെ കളിയാക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇത് പറഞ്ഞ ആൾക്കാരെ ഞാൻ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചീത്ത എന്നെ വിളിക്കാനുള്ളത് അങ്ങോട്ടേക്ക് വിളിച്ചോളാം. അപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് പറയണേ. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ഉടുത്തപ്പോൾ, എനിക്കങ്ങനെ തോന്നി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഈ സാരിയുടെ ഷൂട്ട് ഞാനിതുവരെ ചെയ്തില്ല. ഫോട്ടോസ് നമ്മൾ എന്തായാലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇതാ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ പ്രൊഫൈലിൽ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കയറിയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സാരി ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോസിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാ വീഡിയോസിനും നല്ല ഒരു സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നിങ്ങളെ വിഷമിപ്പിക്കാതെ ഞാൻ സാരി ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ മറന്നു പോകാതെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, നമ്മൾ റെക്കോർഡ് ചെയ്യാനിരിക്കുമ്പോൾ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ പോകും, അതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊന്ന് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കയറി ഫോളോ ചെയ്തേക്കണേ. നല്ല അടിപൊളി റീൽസും കാര്യങ്ങളൊക്കെ, അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, വെറുപ്പിക്കാത്ത രീതിയിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വേറെന്താണ്, ഒരു ഓഫീസ് ലുക്കൊക്കെ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു ഓഫീസ് ലുക്ക് ക്രിയേറ്റ്, ഇതല്ലാതെ ഒരു ഓഫീസ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് ട്രൈ ചെയ്യാം. കുറേ ഐഡിയാസൊക്കെ ഉണ്ട്, വർക്കൗട്ട് ചെയ്തെടുക്കണം. പിന്നെ എൻ്റെ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഉണ്ടാവും. നൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഡേ ടൈം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡേ ടൈമിൽ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, നൈറ്റിലാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സാരി ഡ്രേപ്പിംഗ് ഞാൻ എത്ര ഷൂട്ട് ചെയ്താലും എഡിറ്റ് ചെയ്താലും ഇങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.